എന്നെ ഡിസൈൻ ചെയ്യാൻ എനിക്ക് അധികാരമില്ല. എന്നെ ഡിസൈൻ ചെയ്യാൻ അധികാരമുണ്ടായിരുന്നെങ്കിൽ ഈ കാണുന്ന കോലത്തിലൊന്നും ആയിരിക്കില്ലല്ലോ ഞാൻ ഡിസൈൻ ചെയ്യുക. എനിക്കെന്നെ കുറിച്ചുള്ള അധികാരങ്ങളിൽ ഒരുപാട് പരിമിതിയുണ്ട്. ദൈവം നിശ്ചയിച്ച തലത്ത് ജനിച്ചു കൊള്ളണം. ദൈവം നിശ്ചയിച്ച പിതാവിന്റെ മകനായി, മാതാവിന്റെ പുത്രനായി. ദേശത്തെ ഭാഷയിൽ, ഭാവത്തിൽ, നീളത്തിൽ, വണ്ണത്തിൽ, വർണ്ണത്തിൽ, ഇതിലെല്ലാം ദൈവദത്തമായതല്ലാതെ നമുക്കൊന്നുമില്ല. എന്റെ ഭാഷ നിർണയിക്കാൻ എനിക്ക് അധികാരമില്ല. ഞാൻ അറബ് രാജ്യത്ത് ജനിച്ചിരുന്നെങ്കിൽ, യൂറോപ്പിൽ ജനിച്ചിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ദിവാസ്വപ്നം കാണാം. അല്ലാതെ നമുക്ക് തീരുമാനിക്കാൻ അധികാരമില്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അത്തിവാരങ്ങളെ അടയാളപ്പെടുത്തിയിട്ട് തീരുമാനിച്ചതാരാണ്? ആ തീരുമാനമാണ്, ആ അന്തിമമായ തീരുമാനത്തിന്റെ ഉടമ ആരാണോ? ഞാൻ എവിടെ ജനിക്കണമെന്നതിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മുടെ ഇന്ത്യയിലെ ഏതൊക്കെ ചരണം നടക്കണമെന്നും അതുപോലെ തന്നെ ഇവിടെയുള്ള ക്രമക്കേടുകളെ കുറിച്ചും ക്രമത്തെക്കുറിച്ചും എങ്ങനെ അന്വേഷിക്കണമെന്ന് ഓർഡറിടാൻ നമ്മുടെ ഗവൺമെന്റിന് അധികാരമുണ്ടാകാം. പക്ഷേ ആ ഓർഡർ പുറപ്പെടുവിക്കുന്നയാൾ എത്ര കാലം ജീവിച്ചിരിക്കണമെന്ന് തീരുമാനിക്കാൻ അധികാരം ആ ഉദ്യോഗസ്ഥന്റെ കയ്യിലില്ല, ഭരണാധികാരിയുടെ കയ്യിലില്ല. അതുകൊണ്ട് സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന അന്നഹുൽ ഹഖ്. മോനെ, നിന്റെയും എന്റെയും ശരീരത്തിന്റെ ഉള്ളറകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അതീവ രഹസ്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം, അതിനെ സംവിധാനിച്ച ഒരു സംവിധായകന്റെ, ഒരു രക്ഷിതാവിലേക്കുള്ള സൂചനയാണ്. അതുകൊണ്ട് ആധുനാധുനിക യുഗത്തിലെ മോഡേൺ ടെക്നോളജിയുടെ നടുവിൽ ഗർവമടിച്ചു നിൽക്കുന്ന പുതിയ മനുഷ്യനോട് പറയാം, ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിന് പ്രമാണമില്ല. ഇതിൻ്റെ അധികാരി ഉണ്ടാവണം, അല്ലെങ്കിൽ ലോകത്തെ അനാഥാലയത്തിൽ, ഓർഫനേജിലാക്കേണ്ടി വരും. ലോകം യതീംഖാനയിലാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഇതിനെ മുഴുവനും നിയന്ത്രിക്കുന്ന, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു അധികാരിയുണ്ട്. ആ അധികാരിയിലേക്കാണ് ഇസ്ലാം ഒന്നാമതായി വിളിക്കുന്നത്. അവിടെ എല്ലാ വർണ്ണക്കാരനും വരാം, എല്ലാ ഭാഷക്കാരനും വരാം, എല്ലാ വേഷക്കാരനും വരാം. ഇത്രയും യൂണിവേഴ്സാലിറ്റി ഉള്ളൊരു ദർശനം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? കാണാൻ കഴിയില്ല. കാരണം എന്താണ്? ഉമയ്യത്ത് എന്ന് പറയുന്ന അറബ് ലോകത്തെ കിങ്കരനായ ഒരു അടിമയുടെ കീഴിൽ കിടന്നുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ തീതുപ്പുന്ന സൂര്യന് കീഴെ വലിച്ചഴക്കപ്പെടുന്ന കറുത്ത കരിവാളിച്ച ചുരുണ്ട മുടിയുള്ള ആളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന അവിടുന്ന് ആഫ്രിക്കക്കാരനായ നീഗ്രോ വംശത്തിൽപ്പെട്ട അടിമ. ആ അടിമയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്താൻ പ്രവാചകൻ തിരഞ്ഞെടുക്കുന്നത്. കാരണം എന്താണ്? പ്രപഞ്ചാധികാരിയെ ഉൾക്കൊണ്ട ഒരാളെന്ന നിലയിൽ അവിടെ വർണ്ണത്തിന് വ്യത്യാസമില്ല. ഏറ്റവും സുന്ദരനായ പുണ്യപ്രവാചകന്റെ ഇഷ്ടസേവകന്മാരിൽ ഒരാളായി, ശാരീരിക സൗന്ദര്യത്തിന്റെ വർണ്ണനകളൊന്നും പറയാനില്ലാത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അടയാളപ്പെടുത്തുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ആ ബിലാൽ റളിയല്ലാഹു അൻഹു നെൽസൺ മണ്ടേലയുടെ സമരം കൊണ്ട് അവകാശം കിട്ടിയ ആളല്ല. ഇസ്ലാം പ്രൈമറി കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ, ഇസ്ലാമിനെ സ്വീകരിക്കുമ്പോ കറുത്തവനായതുകൊണ്ട് കോട്ട സ്വീകരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യേകമായ ആനുകൂല്യം കൊടുത്തു കൊണ്ടുവന്നതല്ല. മറ്റുള്ളവരെ പോലെ ജനറൽ കോട്ടയിൽ വരാൻ അവർക്കും അവകാശമുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഒരുപാട് അടിമകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇസ്ലാമിനെ ഒന്നാമതായി സ്വീകരിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഒന്നാം ഖലീഫ ഒരുപാട് അടിമകളെയും പാവപ്പെട്ടവരെയും മോചിപ്പിച്ച് അവർക്ക് മുഴുവനും മോചനദ്രവ്യമായ സംഖ്യ കൊടുത്ത് ചെലവഴിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട പിതാവ് ചോദിക്കുന്നു, അബൂ ഖുഹാഫ ചോദിക്കുകയാണ്, മോനെ, എന്തിനാണ് ഈ പാവപ്പെട്ട ആരോഗ്യമില്ലാത്ത അശരണരായ അവലംബഹീനരായ ആളുകളെ മുഴുവനും നീ ഇങ്ങനെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നത്? ആരോഗ്യമുള്ള 10 മല്ലന്മാരെ മോചിപ്പിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ നിന്റെ കൂടെ നിൽക്കാനും ഒന്ന് സമരം ചെയ്യാനും ഒക്കെ കിട്ടുമായിരുന്നല്ലോ.
അപ്പോഴാണ് പുണ്യഭൂമേനിയുടെ തിരുസവിധത്തിരുന്ന ആത്മീയ ദർശനങ്ങളുടെ ആത്മാവറിഞ്ഞ് അകക്കാമ്പിലേക്ക് ലയിപ്പിച്ചു വെച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഒന്നാം ഖലീഫ പറയുകയാണ്, ഉപ്പാ, എന്റെ അംഗസംഖ്യ കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, എന്റെ അനുയായി വൃന്ദത്തിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, എന്റെ ബോഡി ഗാർഡായി നിൽക്കാൻ കൊണ്ടുവന്നതല്ല, പ്രപഞ്ചാധികാരിയായ ദൈവപ്രീതിക്ക് വേണ്ടി ഞാൻ ചെയ്ത സേവനമാണ്. പാവപ്പെട്ടവനെ മോചിപ്പിക്കുക, അശരണന് ശരണം കൊടുക്കുക, അവലംബമില്ലാത്തവനെ സഹായിക്കുക എന്ന മഹൽ ദൗത്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങൾ അറിയാത്ത സമുദായത്തിന്റെ മുമ്പിൽ നീതി പ്രഭാഷണം നടത്താൻ പുണ്യപ്രവാചകന്റെ വിശിഷ്ട ശിഷ്യനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞെങ്കിൽ ആ ദർശനത്തെയാണ് മോഡേൺ യുഗത്തിലേക്ക് നമുക്ക് വിളിച്ചു പറയാനുള്ളത്. ഇത് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇപ്പോഴത്തെ ലോകം അഡ്വാൻസ്ഡ് ആണ്, ഇവിടെ എന്തൊക്കെയോ അങ്ങ് സംഭവിച്ചു പോയിന്ന്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം എന്താ? ഇപ്പോഴും നമ്മളെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സാഹിത്യത്തിൽ ബ്ലാക്ക് സാഹിത്യമുണ്ട്, വൈറ്റ് ലിറ്ററേച്ചർ ഉണ്ട്, ബ്ലാക്ക് ലിറ്ററേച്ചർ ഉണ്ട്. ഇപ്പോഴും ഇന്ത്യൻ റൈറ്റിംഗ്സ് പഠിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു മേഖലയിലാണ്, ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ മേഖലയിൽ ഇന്ത്യൻ റൈറ്റിംഗ്സ് പ്രത്യേകമാക്കി മാറ്റിവെക്കുന്നത്. ഇന്ത്യക്കാരന്റെ ഇംഗ്ലീഷിനെന്തോ കുറവുള്ളതുപോലെയാണ്. ഇതുപോലെ കറുത്തവന്റെയും വെളുത്തവന്റെയും സാഹിത്യത്തെ വേർതിരിച്ചു പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് പാഠശാലകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവിടുന്ന് ബറാക്ക് ഒബാമ അധികാരത്തിൽ വന്നപ്പോ പത്രങ്ങളെല്ലാം ഒരുപാട് കോളം നിരത്തിയത് എന്തുകൊണ്ടാ? ഒരു കറുത്തവൻ വൈറ്റ് ഹൗസിൽ ഇരിക്കാനായോ എന്ന അത്യത്ഭുതകരമായ ചോദ്യത്തിന്റെ പ്രകാശനങ്ങളായിരുന്നു. അല്ലാതെ അവകാശം കിട്ടിയതിന്റെ സന്തോഷമൊന്നും ആയിരുന്നില്ല. ഇതുപോലെ ഓരോ കാഴ്ചപ്പാടുകളെയും മാറ്റിവെക്കാൻ ഇപ്പോഴും ലോകതലത്തിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്ലാം പ്രയോഗവൽക്കരിച്ചു കൊണ്ടുവന്നത് എല്ലാ ജനങ്ങളെയും മാനവീകമായി കാണാനുള്ള മഹനീയമായ ദർശനമാണ്. ഒരുപാട് മതങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ് നമ്മുടേത്. പരസ്പരം സാഹോദര്യത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുമ്പോഴേ ഇന്ത്യ എന്ന പൂന്തോട്ടം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. എല്ലാ പുഷ്പങ്ങളും ഒരുപോലെ പൂത്തുലഞ്ഞു നിൽക്കുമ്പോഴാണ് പൂന്തോട്ടമാവുക. ഒരു തരം പുഷ്പം മാത്രമായാൽ അതിന് പൂന്തോട്ടം എന്ന് പറയുകയില്ല. അതുകൊണ്ട് ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരുപാട് കവികൾക്ക് വർണ്ണനയുടെ വാചകങ്ങൾ ചെലവഴിക്കാൻ നിയോഗമുണ്ടായ നമ്മുടെ രാജ്യത്ത് കാലുഷ്യത്തിന്റെ കനൽക്കടകൾ ഉണ്ടാകാനോ കലാപത്തിന്റെ കാളരാത്രികൾ രൂപപ്പെടാനോ പാടില്ല. സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകുമ്പോഴേ നമ്മുടെ രാജ്യത്തിന് സമാധാനമുണ്ടാകൂ. അതിന്റെ ഇടയിൽ നമ്മൾ പഠിക്കേണ്ടത് മോഡേൺ യുഗത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും പരിശോധിച്ചാൽ അതെല്ലാം അത്യുജ്വലമായ പ്രമാണങ്ങളോടെ മുന്നിട്ട് നിൽക്കുന്നത് കാണാം. അപ്പൊ ഇസ്ലാം ഒന്നാമതായി പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അധികാരിയെ അംഗീകരിക്കാനല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ നേതാവിനെ അംഗീകരിക്കാനല്ല. ഹൈന്ദവ സഹോദര, നീ നിന്റെ ശരീരത്തിലേക്ക് നോക്കുക. നിനക്ക് വായു നൽകുന്നവനാരാണ്? നിനക്ക് വെള്ളം നൽകുന്നവനാരാണ്? ഈ കാണുന്ന ആകാശമാകുന്ന മേലാപ്പിനെ വിധാനിക്കുകയും ഭൂമിയെ വിരിപ്പാക്കുകയും ചെയ്തതാരാണ്? അവനെ ആരാധിക്കുക. അതാണ് ഇമ്മാനുവൽ കാന്റിന്റെയും പോലെയുള്ള ആളുകളുടെ ദർശനങ്ങളെ കുറിച്ച് ഷെയ്ഖ് നദീമുൽ ജസർ എന്ന് പറയുന്ന പണ്ഡിതന്റെ ഒരു ഗ്രന്ഥമുണ്ട്. ഹൈറാൻ ഇബ്നുൽ അദ്അഫ് എന്ന് പറയുന്ന ശിഷ്യൻ വന്ന് ചോദിക്കുകയാണ് ലോക രഹസ്യങ്ങളെ കുറിച്ച്. അപ്പോഴാണ് ഇവിടെയുള്ള മുഴുവൻ സിദ്ധാന്തങ്ങളെയും മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തിന്റെ അധികാരിയിലേക്കുള്ള ദർശനങ്ങളെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇസ്ലാം അടിസ്ഥാനപരമായി പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലോകാധികാരിയായ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുക. ബിബ്ലിക്കൽ റെഫറൻസുകൾ അങ്ങനെയാണ് പറയുന്നത്. വേദത്തിന്റെ അസ്ഥിവാരങ്ങൾ അവിടെയാണ്. ഇവിടെ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ വേദങ്ങളും പറയുന്നത് ലോകാധികാരിയെ ആദരിക്കണം, ആരാധിക്കണമെന്നാണ്. വേദങ്ങളുടെ ദർശനം, ഗീതയുടെ കാഴ്ചപ്പാട്, രാമായണത്തിന്റെ അന്തസാരങ്ങൾ, അതിലെല്ലാം ലോകത്തോട് വിളിച്ചു പറയുന്നത് പ്രപഞ്ചത്തിന്റെ അധികാരിയെ ആരാധിക്കണം, ആ ആരാധ്യനായ ദൈവത്തെ ഉൾക്കൊള്ളണം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാം പറയുന്നത്
ആ കംപ്ലീറ്റായി കഴിഞ്ഞകാല പ്രവാചകന്മാർ പറഞ്ഞ ആദം അലൈഹിസ്സലാം, ആദാം എന്ന് ബൈബിൾ പരിചയപ്പെടുത്തിയ പ്രവാചകൻ, അതുപോലെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം പറഞ്ഞ ആത്യന്തികമായ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ രണ്ടാമതായി ഇസ്ലാം പറയുന്നത് പുണ്യ പ്രവാചകനെ അംഗീകരിക്കാൻ. ആ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന്റെ മാത്രം നേതാവല്ല, ഒരു ദേശത്തിന്റെ മാത്രം റിഫോമർ അല്ല, ഒരു സെക്ടിന്റെ മാത്രം ഇന്നോവേഷൻ നടത്തിയ ആളല്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ മുഴുവനും കാരുണ്യമാണ്. മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോ സലാം, ശമഅബസ് മേ ഹിദായത്ത് പേ ലാഖോ സലാം. ലോകമാകമാനം കാരുണ്യത്തിന്റെ അരുണവർഷം കൊണ്ട് ആലിംഗനം ചെയ്ത് ആത്മസായുജ്യത്തിന്റെ ആത്മലയത്തിലേക്ക് വിളിച്ച് മദീനയാകുന്ന മലർവാടിയിലേക്ക് മാലോകരുടെ മാനസങ്ങളെ മുഴുവനും മാടി വിളിച്ച് മലർവാടിയാക്കിയ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദേശത്തിന്റെ മാത്രം കാരുണ്യമല്ല, വിശ്വസിച്ചവരുടെ മാത്രം കാരുണ്യമല്ല, അവിശ്വാസികൾക്ക് മാത്രം കാരുണ്യമല്ല, ലോകമാകമാനം കാരുണ്യത്തിന്റെ വിധാനം കൊടുത്ത നേതാവാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ. ഇത് ഞാൻ കേവലമായി പറഞ്ഞതല്ല, വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. ഇവിടെ കഴിഞ്ഞുപോയതും വരാനുള്ളതുമായ മുഴുവൻ ജനങ്ങൾക്കും, ജന്തുജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും കാരുണ്യം. ആ കാരുണ്യത്തിന്റെ പുണ്യപ്രവാചകൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് ആളുകൾക്ക് പ്രതിമയുണ്ട്, ഒരുപാട് മഹാരഥന്മാരുടെ പ്രതിഷ്ഠകളുണ്ട്. ഇതുവരെയും ഒരു പ്രതിമയില്ലാതെ, പ്രതിച്ഛായയില്ലാതെ, പ്രതിഷ്ഠയില്ലാതെ, ഛായാചിത്രമില്ലാതെ, എവിടെയെങ്കിലും ഒരു ചിത്രത്തിന്റെ ഗാലറിയിൽ കടന്നു വരാതെ കോടാനകോടി മാനസങ്ങളുടെ നിത്യവസന്തമായി മാറി നിൽക്കാൻ ലോകത്ത് വേറെ ഏത് വ്യക്തിക്കാണ് കഴിഞ്ഞിട്ടുള്ളത്? നിഷ്പക്ഷമായി നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. എവിടെയെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമയുണ്ടോ? എവിടെയെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിഷ്ഠയുണ്ടോ? എവിടെയെങ്കിലും പ്രവാചകന്റെ ഒരു ഫോട്ടോ എടുത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തേ? ലോകത്തുള്ള കോടാനുകോടി ജനങ്ങളുടെ മാനസങ്ങളിലാണ് ജീവിക്കുന്നത്. 1400 കൊല്ലം മുമ്പ് ജീവിച്ച് വഫാത്തായി പോയി ലോകത്തോട് യാത്ര ചോദിച്ച പുണ്യനബിയുടെ ചിത്രമില്ലാഞ്ഞിട്ടും കോടാനുകോടി ജനങ്ങളുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. കഹാ ജാതാ ഹൈ രഹ്തേ ഹൈ ധൂല ഫഖത് മദീനെ മേ, गलत है रहते हो आशिकों के सीने में. പറയപ്പെടുന്നു പ്രവാചകൻ മദീനയിലാണ് ജീവിക്കുന്നത്. അല്ല, പ്രവാചകൻ മദീനയിലല്ല ജീവിക്കുന്നത്. പിന്നെവിടെയാണ്? കോടാനുകോടി ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. ആ പ്രവാചകനെ കുറിച്ച് കൃത്യമായ ചരിത്രം ലഭ്യമാണ്, അവിടുത്തെ ജീവിതരേഖകൾ ലഭ്യമാണ്. ആ പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ പ്രണയിക്കുന്ന കോടാനകോടി മാനസങ്ങളുണ്ട്. ആ പ്രവാചകനെ അംഗീകരിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. കറുത്തവന് വിമോചനം കൊടുത്ത, അടിച്ചമർത്തപ്പെട്ട സ്ത്രീജനങ്ങൾക്ക് മോചനം നൽകിയ, തെരുവിൽ വലിച്ചുകീറപ്പെട്ട പെൺകുടികൾക്ക് അരമനകളിലെ രാജാത്തികളാക്കിയ മതമാണ് ഇസ്ലാം. പുണ്യപ്രവാചകന്റെ ദർശനം അങ്ങനെയാ. ഇന്ന് ചിലർ വിചാരിക്കും ഇസ്ലാം പണ്ട് പറഞ്ഞു പെണ്ണുങ്ങൾ വീട്ടിലിരിക്കണം, പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല, പെണ്ണുങ്ങൾ പൊതുകാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാം ഒരുപാട് റിജിഡ് മെന്റാലിറ്റിയുള്ള മതമാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ,
ഇന്ന് സ്ത്രീകൾക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്ത് കിട്ടിയെന്ന് ബാലൻസ് ഷീറ്റ് പരിശോധിക്കാൻ ഏതെങ്കിലും പൊളിറ്റീഷ്യൻസ് തയ്യാറാകാറുണ്ടോ? സ്ത്രീകൾ രംഗത്ത് വന്നിട്ട് അല്ലെങ്കിൽ പൊതുവായി വ്യാപകമായി രംഗപ്രവേശനം ചെയ്തപ്പോൾ നമ്മുടെ രാജ്യത്ത് വന്ന അനാശാസ്യ പ്രവണതകളെ കുറിച്ച് വിലയിരുത്തുവാൻ ഇവിടുത്തെ ഏത് സാംസ്കാരിക നായകന്മാര് വന്നു? എവിടെയെങ്കിലും മതപാഠശാലകളിലോ മതമേഖലകളിലോ ധാർമ്മിക മണ്ഡലങ്ങളിലോ എന്തെങ്കിലും ഒരു അപജയത്തിന്റെ അടയാളം കണ്ടാൽ 1000 വട്ടം പേനയെടുക്കുന്നവര് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന വേശ്യാലയങ്ങളുടെയും മദ്യക്കോപ്പകളുടെയും എണ്ണം കാണുമ്പോൾ പേനയെടുക്കാൻ എന്തുകൊണ്ട് ഇവിടെയുള്ള സാംസ്കാരിക നായകന്മാർക്ക് കഴിയുന്നില്ല? ഒരുപാട് ആളുകളുണ്ടല്ലോ ബുദ്ധിജീവികളായി പേനയെടുക്കുന്നവർ. അവരെ കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് കിട്ടുന്നു എന്ന് വിലയിരുത്താൻ കഴിയാത്ത ബുദ്ധിജീവികളായി പോയി നമ്മൾ. അവരെ നമ്മൾ വാഴ്ത്തുന്നുണ്ട്. 4-5 ലേഖനോ 5-6 പ്രബന്ധം എഴുതുമ്പോൾ ബുദ്ധിജീവികളാക്കി നമ്മൾ പ്രതിഷ്ഠ കൊടുത്തു. എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന്റെ ലൂപ്പ് ഹോൾ വരുമ്പോൾ പേനയെടുക്കുന്നവർ ഇവിടെ ജനക്ഷേമപരമായി ഇടപെടാൻ ഇവിടെ എന്തുകൊണ്ട് സാംസ്കാരിക സാഹിത്യ നായകന്മാർക്ക് കഴിയുന്നില്ല? ഞാനിത് പറയുമ്പോൾ ഏകപക്ഷീയമായി വിമർശിക്കുകയൊന്നുമല്ല. ഞാൻ ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇവിടെയുള്ള സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത ശീർഷം അവകാശപ്പെടുന്നവർ നമ്മുടെ രാജ്യത്ത് വേശ്യാലയങ്ങൾ അധികരിച്ചു വരുന്നു? അതുകൊണ്ട് അതിനുള്ള സാധ്യതകൾ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്താൻ എന്തുകൊണ്ട് വന്നില്ല? ഓരോ ആഘോഷങ്ങളും കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് കുടിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കം തികയാതെ പത്രങ്ങൾ വിഷമിക്കുകയാ. എന്നിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ഇവിടെ ഏതെങ്കിലും സാംസ്കാരിക നായകന്മാര് സമരത്തിനിറങ്ങിയോ? ഇല്ല. സെക്സ്വൽ ടൂറിസത്തിലൂടെ നമ്മുടെ രാജ്യങ്ങൾ തേർഡ് വേൾഡ് കൺട്രികൾ മുഴുവനും ഒന്നാം കിട രാജ്യത്തോട് മല്ലടിക്കാൻ ലൈംഗികമായ സദാചാരങ്ങളെ മുഴുവനും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ സെക്സ്വൽ ടൂറിസം നമ്മുടെ രാജ്യത്തും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ ദൈവരാജ്യത്തും വർക്കലയിലും കോവളത്തും കുമരകത്തും ഒക്കെ വളർന്നു വരുന്ന സംസ്കാരം, അതിലൂടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ധാർമ്മികമായ മൂല്യങ്ങളെ കുറിച്ച് പഠിക്കാനോ അതിന് കൃത്യമായ ഒരു അന്വേഷണം നടത്താനോ ഇവിടെ ആരാണ് രംഗത്ത് വരുന്നത്? നമ്മുടെ പൈസ ഉണ്ടാക്കാൻ ബീവറേജ് കോർപ്പറേഷന്റെ ടാക്സ് വാങ്ങുമ്പോഴേ നമ്മുടെ ഗവൺമെന്റിന്റെ ഖജനാവ് തികയൂ. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഇത് ഇല്ലാതാക്കാൻ പറ്റുമോ? സെക്സ്വൽ ടൂറിസത്തിലൂടെ ഇവിടെ സാമ്പത്തികമായ ഉന്നതിയിലേക്ക് വരാൻ പറ്റൂ എന്നാരൊക്കെയോ കണക്കാക്കി. അപ്പോൾ പുതിയ പരീക്ഷണങ്ങളിലൂടെ തമസ്കരിക്കപ്പെടുന്ന മാനുഷിക മൂല്യങ്ങളെയും പുതിയ നിരീക്ഷണങ്ങളിലൂടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ധാർമ്മികമായ മൂല്യങ്ങളെയും വിലയിരുത്തുവാൻ ഇവിടെ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കലാലയങ്ങളിലെ നടുമുറ്റത്ത് വളർന്നു വരുന്ന സംസ്കാരം അടുത്ത ഭാവിയിലെ നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരെ എങ്ങനെയാക്കുമെന്ന് വിലയിരുത്താൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഇന്ന് നമ്മുടെ കലാലയങ്ങളുടെ മുറ്റത്ത് നടക്കുന്ന വൃത്തികേടുകളെ വിലയിരുത്താൻ ഇവിടെ ആർക്കാണ് സാധിക്കുന്നത്? ഞാനൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരംഗമാണ്. ഞങ്ങളുടെ സംഘടന പഠിച്ചു നോക്കി കേരളത്തിൽ നടക്കുന്ന കലാലയങ്ങളുടെ സംസ്കാരം അധികരിച്ചു വരുന്ന മദ്യത്തിന്റെയും ഇന്റർനെറ്റിന്റെയും അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങളുടെയും കൃത്യമായ കണക്കുകൾ പഠിച്ചു നോക്കുമ്പോൾ ബീഭത്സമായ റിപ്പോർട്ടുകളാണ് മുമ്പോട്ട് വരുന്നത്. ക്രിയാത്മകമായി വിലയിരുത്താനോ പ്രതികരിക്കാനോ പറ്റാത്ത വികാരജീവികളായി അടുത്ത തലമുറകൾ കൗമാരങ്ങൾ വിനിയോഗിക്കപ്പെടുമ്പോൾ മദ്യത്തിന്റെയും ലഹരികളുടെയും മുമ്പിലേക്ക് നമ്മുടെ കൗമാര യൗവനങ്ങൾ വഴിമാറി സഞ്ചരിക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിനെ എന്തിന്റെ പേരിലാണോ അപകീർത്തിപ്പെടുത്തിയിരുന്നത് അത് മുഴുവനും ഇവിടെ ആധുനിക വേഷമണിഞ്ഞ് ആവർത്തിക്കപ്പെടുകയാണ്. 6-ാം നൂറ്റാണ്ട് ഇരുണ്ട യുഗമാണെന്ന് എഴുതാൻ ഇവിടെയുള്ള ഫിലിപ്പ് കെ ഹിറ്റിയുടെയും അതുപോലെ തന്നെ ഒരുപാട് ചരിത്രകാരന്മാരുടെ പേനയുടെ വണ്ണ ഒലക്കയേക്കാൾ വലുതായിരുന്നു. നമ്മുടെ രാജ്യത്തെ ചരിത്രകാരന്മാരെല്ലാം അത്രയും വലിയ അക്ഷരത്തിലായത് ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗമെന്ന്. അത്രയും നമ്മൾ പണ്ടേ പ്രസംഗം കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇരുണ്ട യുഗം കേട്ടിട്ടുണ്ട്. അത്രയും വ്യാപകമായി പ്രയോഗിക്കപ്പെടുന്നു 6-ാം നൂറ്റാണ്ടിനെ കുറിച്ച്. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആ സമൂഹത്തെ അങ്ങനെ വിലയിരുത്താൻ കാരണം? ഒന്നാമതായി അവർ മദ്യത്തിന്റെ കോപ്പകളിൽ അന്തിമയങ്ങിയിരുന്നവരാ. രണ്ടാമതായി അവിടെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുകയും ലൈംഗിക സദാചാരമില്ലാത്തവരായിരുന്നു.
മൂന്നാമതായി ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്നവരായിരുന്നു. നാലാമതായി സാമ്പത്തിക സദാചാരമില്ലാത്തവരായിരുന്നു. ഇതുപോലെ നൈതികമായ മൂല്യങ്ങളില്ലാത്തതിന്റെ പേരിലാണ് 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ അപകീർത്തിക്ക് വിധേയരായതെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് വൈൻ എന്ന് പറയുന്ന മദ്യത്തിന്റെ ഘട്ടത്തിൽ ദൈവരാജ്യമായ നമ്മുടെ അവസ്ഥ എവിടെയാണ്? നമ്മുടെ ആഘോഷങ്ങളിലെ സന്ധ്യകൾ മദ്യക്കോപ്പയിലേക്ക് ലയിച്ചു ചേരുകയാണ്. എത്രയോ കുടുംബങ്ങളാണ് വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ഭാര്യമാരാണ് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ മക്കളാണ് പിതാക്കന്മാര് ജീവിച്ചിരിക്കുമ്പോഴും അനാഥരെക്കാൾ കഷ്ടത്തിൽ ജീവിക്കുന്നത്. അതിന് മുഴുവനും കാരണമായ വിഷമെന്ന് 1000 വട്ടം പറയാവുന്ന മദ്യം നമ്മുടെ സമൂഹത്തെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിവിടെ ആവർത്തിക്കപ്പെടുകയാണ്. എന്നാൽ അറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യമുക്തമായൊരു സമുദായത്തെ രൂപപ്പെടുത്താൻ വേണ്ടി ഒരു റെജിമെന്റിനെ ഇറക്കിയില്ല, ഒരു പട്ടാളത്തെ തയ്യാറാക്കിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ കാലത്തെ ജനങ്ങൾ കുടിക്കണ്ട എന്ന് പറയാൻ അടിയും വടിയും പട്ടാളമൊന്നും എടുത്തില്ല. അവരെ മാനസികമായി പരിവർത്തിപ്പിച്ചു. അവരോട് ചോദിച്ചു, നിങ്ങൾ മനുഷ്യരല്ലേ? നിങ്ങൾക്ക് വിവേകമില്ലേ? മനുഷ്യന്റെ വിവേകത്തിന് മൂല്യമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യന്റെ വിവേകത്തിന് മൂല്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഗ്രാജ്വലി ക്രമേണയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിവർത്തനത്തിന്റെ അധ്യായങ്ങളോട് ലയിച്ചു നിന്നപ്പോ ഒരൊറ്റ പ്രസ്താവനയാണ്, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യം നല്ലതല്ല എന്നൊരൊറ്റ പ്രസ്താവനയാണ്. മദീനയിലെ രാജാവ് ലോകത്തിന്റെ മുഴുവനും ഹൃത്തടത്തിലേക്ക് നോക്കിയിട്ടൊരു പ്രസ്താവന നടത്തിയപ്പോഴാണ് അതാ മദീനയുടെ ചേരിപ്രദേശങ്ങളുടെ ഒരു മൂലയിൽ നിന്ന് നല്ലതുപോലെ ജാറുകണക്കിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മദ്യം കച്ചവടം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന അൻസ്വാറുകളായ സ്വഹാബികളിൽപ്പെട്ട മഹാൻ പുണ്യനബിയുടെ പ്രസ്താവന അറിയുകയാണ്. ആ സ്വഹാബിയോട് വന്നൊരാൾ പറയാ, നമ്മുടെ നേതാവ് പ്രവാചകൻ പറഞ്ഞു മദ്യം നല്ലതല്ലാന്ന്, അത് പൈശാചികമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് കടയിൽ കരുതി വെച്ചിരുന്ന ഗ്യാലൻ കണക്കിന് മദ്യം തട്ടിക്കമഴ്ത്തിയിട്ട് മദീനയുടെ നടുവിലൂടെ മദ്യത്തിന്റെ അരുവി ഒലിക്കുകയാണ്. ഇതുപോലെ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത്രയും പ്രൗഢമായി മാറ്റം വരുത്തിയ ഒരു നേതാവിനെ എവിടെയാണ് കാണാൻ കഴിയുക? ഭീകരവാദത്തിന്റെയും വിധ്വംസനവാദത്തിന്റെയും തകർപ്പൻവാദങ്ങളുടെ ഒന്നും ഇക്വേഷനുകൾ ഇവിടെയില്ല. ലോകത്തെ മുഴുവനും സമാധാനത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഒരൊറ്റ പ്രസ്താവനയിലൂടെ മാറ്റിമറിച്ചു. രണ്ടാമതായി സ്ത്രീകൾക്ക് ജന്മാവകാശമില്ലാത്ത ഒരു കാലത്താണ് പ്രവാചകൻ കടന്നു വരുന്നത്. ജന്മാവകാശം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. ജീവാവകാശമില്ലാത്ത, ജനിച്ചു കഴിഞ്ഞാൽ കുഴിച്ചു മൂടുന്നൊരു യുഗത്തിലാണ്. ആ യുഗത്തോട് പറഞ്ഞു, ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തിയിട്ട് പ്രായമാകുമ്പോൾ അവർക്ക് നല്ല മംഗല്യഭാഗ്യം കൊടുത്ത് പരിചരിച്ചു കൊണ്ടുവന്നാൽ പിതാവിന് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു വാഗ്ദാനം കൊടുത്ത് പെൺകുട്ടികളുടെ സംരക്ഷണം കൊടുത്ത ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇന്ന് പെൺകുട്ടികളുടെ ബദ്ധവിരോധികൾ സ്ത്രീകൾ തന്നെയാ. കാരണം എന്താ? പള്ളയിൽ വളരുന്നതൊരു പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അപ്പോഴേക്ക് എങ്ങനെയെങ്കിലും ഭ്രൂണഹത്യ നടത്തണം എന്ന് വിചാരിക്കുന്ന മാതാക്കളുടെ കാലം. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പിന്നിൽ അന്വേഷണം നടത്തി. മാതൃഭൂമിയിലൂടെ അതിന്റെ റിപ്പോർട്ടുകൾ വന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ കൊട്ടാരം വലുതാകാനുള്ള കാരണം ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ജീവനാണ് എന്ന് പഠനം നടത്തി റിപ്പോർട്ട് തരുമ്പോ
ഇന്നത്തെ തലമുറയിൽ പെൺകുട്ടിക്ക് ജനിക്കാൻ അവകാശമില്ല. ഇനിയോ സ്ത്രീകളുടെ ചാരിത്ര്യവും മൂല്യവും സംരക്ഷിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാലത്താണ് ജീവിക്കുന്നത്. നമ്മുടെ ബോംബെയിലും ഡൽഹിയിലും എറണാകുളത്തും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പെരുകി വരുന്ന ചുവന്ന തെരുവുകളുടെ ചരിത്രം പഠിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ ആധുനിക കാലത്തെ സ്ത്രീകളുടെ ജീവിതത്തിന്റെ സാംസ്കാരികമായ അധപ്പതനത്തെ വായിക്കേണ്ടി വരുന്നത്. വീട്ടിൽ രാജ്ഞിയായിരുന്ന വാഴണമെന്നും കുടുംബത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യണമെന്നും ആവശ്യമായ വിദ്യാഭ്യാസം വേണമെന്നും പറഞ്ഞ മതമാണ് ഇസ്ലാം. അല്ലാതെ പെണ്ണിനെ പഠിപ്പിക്കേണ്ടാണ് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു രാജ്യത്തിന് ആഭ്യന്തരമന്ത്രിയും വേണം, വിദേശകാര്യമന്ത്രിയും വേണം, പ്രധാനമന്ത്രിയും വേണം. എല്ലാവരും വിദേശകാര്യം നോക്കി ആഭ്യന്തരം നോക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് അടുത്ത തലമുറയെ രൂപപ്പെടുത്തുന്നതിലെ വൈറ്റൽ റോൾ ഇവിടുത്തെ മാതാക്കളുടെ കയ്യിലാണ്. ഓമന മക്കളെ പരിലാളിച്ച് അവരെ വളർത്തിക്കൊണ്ടുവന്ന് രാജ്യത്തിന്റെ അടുത്ത പൗരന്മാരാക്കി പാകപ്പെടുത്തേണ്ട കലവറകൾ നഷ്ടമായി. മാതാവ് രാവിലെ 7 മണിക്കുള്ള ട്രെയിനിൽ ജോലിക്ക് പോകേണ്ട മാതാവ്, 8 മണിക്കുള്ള ട്രെയിനിൽ ജോലിക്ക് പോകേണ്ട പിതാവ്, രാവിലെ അവര് ട്രെയിനിൽ പോകാനുള്ള മത്സരത്തിലാണ്. മക്കളെ പരിചയിക്കാൻ ആരുമില്ല, ജന്മനാ അനാഥന്മാരായ മക്കളാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ മക്കൾ അനാഥന്മാരാണ് എന്ന പുതിയ സാമൂഹിക ഘടനയിലേക്ക് നമ്മുടെ സമൂഹം മാറിയപ്പോൾ സായാഹ്നങ്ങളിൽ കൂട്ടില്ലാതെ, പ്രഭാതങ്ങളിൽ പരിലാളന ലഭിക്കാതെ, ജനിക്കുമ്പോഴേ വേലക്കാരുടെ കൈക്കൊമ്പിളിൽ വീഴുന്ന പുതിയ തലമുറയുടെ കൃത്യമായ ക്രിയേഷൻ നടക്കാത്തതെന്തുകൊണ്ടാണ്? പെറ്റമ്മയുടെ ചുടുചുംബനങ്ങൾ ലഭിക്കാത്ത പുതിയ കൗമാര ബാല്യ യൗവന ശൈശവങ്ങളാണ് അടുത്ത ഭാവിയുടെ പൗരന്മാരായി വരുന്നത്. എന്നാൽ ലോകത്തിന്റെ നേതാവ് പറയുന്നതെന്താണ്? അല്ലുന്നു മദ്റസത്തുൻ ഇദാ അഅദത്ഹാ. പ്രഥമ പാഠശാല എന്ന് പറയുന്നത് മാതാവാണ്. മാതാവിന്റെ കൈക്കുമ്പിളിൽ നിന്ന് ലോകത്തുള്ള ഒരുപാട് വിജ്ഞാന കോശങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ കൂടുതൽ അനിവാര്യമായ മാനുഷിക ജ്ഞാനങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിക്കാതെ ഇന്റർനെറ്റിന്റെയും ടിവിയുടെയും ഗെയിം സംവിധാനത്തിന്റെയും നടുവിലേക്ക് പോകുന്ന ഈ യന്ത്രവൽക്കരിക്കപ്പെട്ട പുതിയ തലമുറയാണ്. എന്നാൽ പുണ്യപൂമാനായ ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് സ്നേഹത്തിന്റെ മതമാണ്. നിങ്ങൾ അറിയുമോ, പുണ്യനബി പറഞ്ഞ ഒരു വിശുദ്ധ വചനമുണ്ട്. ലോകത്തുള്ള എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആദർശശാലികളല്ല. എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കണം. കാരണം ഞാൻ പറയുന്ന മൂല്യങ്ങളാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അത് വചനാമൃതം മാത്രമായാൽ പോരാ, ഹൃദയാമൃതമായി മാറണമെങ്കിൽ എന്നോട് പ്രണയമുണ്ടാകണം, എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകനെ വേണ്ട വിധത്തിൽ പ്രേമിക്കുമ്പോഴേ ആദർശമാകൂ, സ്നേഹം സ്നേഹമാവുകയുള്ളൂ. ആ ഒരു സ്നേഹം കൊടുക്കാത്തതിന്റെ പേരിലാണ് 16 വയസ്സുവരെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വിട്ടൊഴിഞ്ഞിട്ട് കോടതിയിൽ വന്നിട്ട് പറയുന്നു, ഞാൻ ചേട്ടന്റെ കൂടെ പോവാണ്. എന്തേ? 16 വയസ്സുവരെ പോറ്റിയ അച്ഛന്റെയും അമ്മയുടെയും ഉമ്മാടെയും വാപ്പാടെയും മുമ്പിൽ മോള് പറയുന്നത്, എനിക്ക് നിങ്ങളെ ആരും വേണ്ട, ഞാൻ ചേട്ടന്റെ കൂടെ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന കേസുകൾ കത്തി നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ദിനപത്രങ്ങളിൽ, ചാനലുകളിൽ. അങ്ങനെ അലക്ഷ്യമായി ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് സാമൂഹിക ഘടന വരാനുള്ള കാരണം എന്താണ്?
സ്നേഹിക്കപ്പെടേണ്ട ഒരു നേതാവിനെ ഹൃദയത്തിൽ അടയാളപ്പെടുത്താൻ നമുക്ക് സമയം കിട്ടാതെ വന്നപ്പോൾ അനുരാഗത്തിന്റെ ആത്മലയങ്ങളെ മാനവീക ലോകത്തിന്റെ മനതലത്തിലേക്ക് കൃത്യമായി കൊടുത്തിട്ട് ദ സ്ട്രോങ്സ്റ്റ് ബൈൻഡിങ് ഫോഴ്സ് ഇൻ ഇസ്ലാം എന്ന് ആൻ മേരി സിമ്മൽ അടയാളപ്പെടുത്തിയ ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകളെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഏറ്റവും ശക്തമായ തലമേലാണ് ഹബീബിനോടുള്ള പ്രണയമാണ്. ആ പ്രവാചകനോടുള്ള പ്രേമസല്ലാപങ്ങൾ, സ്നേഹസംവാദങ്ങൾ, അവിടുത്തെയോടുള്ള സാമീപ്യ മാധുര്യങ്ങളാണ് ഒരുപാട് ആളുകളെ ആദർശത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ ആ അനുരാഗത്തിന്റെ തലത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ആ പ്രവാചകനെ കുറിച്ച് മാത്രം പ്രസംഗിച്ച 140ഓളം മണിക്കൂർ പ്രസംഗത്തിന്റെ സീഡികളുണ്ട്. അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ 60 മണിക്കൂറോളമുള്ള പ്രഭാഷണമുണ്ട്. ആ പ്രവാചകന്റെ സൗന്ദര്യം മാത്രം പറയുന്ന 14 മണിക്കൂറോളമുള്ള പ്രസംഗമുണ്ട്. അതൊക്കെ കഴിയുന്നവർക്ക് വാങ്ങാവുന്നതാണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ലഭിക്കും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം, അവിടുത്തെയോടുള്ള അനുരാഗം